ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ബെൻസീൻ ആണ് കണ്ടത്. അത് എങ്ങനെയാണ് അതിലെ മെക്കാനിസം കണ്ടു, എങ്ങനെയാണ് അത് നടക്കുന്നത്. ജനറൽ മെക്കാനിസം തന്നെയാണ് ബാക്കി റിയാക്ഷൻസിന് അപ്ലൈ ആവുന്നത്. എന്തായിരുന്നു ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ, പിന്നെ കാർബോകാറ്റോൺ അല്ലെങ്കിൽ സിഗ്മ കോംപ്ലക്സ് വീലാൻഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, ദെൻ അവിടെ നിന്നൊരു പ്രോട്ടോൺ ലൂസ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ റിയാക്ഷൻസ് കണ്ടു. എന്താണ് നൈട്രേഷൻ, സൾഫണേഷൻ, ദെൻ ഹാലജിനേഷൻ പോലത്തെ കുറച്ച് റിയാക്ഷൻസ് കണ്ടു. ആൻഡ് ദെൻ നെക്സ്റ്റ് നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം, ബെൻസൈൻ മെക്കാനിസം ആണ്. സോ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് എവിടെയും ഉണ്ട്, വേറൊരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ മെക്കാനിസവും ഇതിൻ്റെ റിയാക്ഷൻസ് എല്ലാം അതുപോലെ തന്നെ പഠിക്കുക. ബെൻസൈൻ മെക്കാനിസം എന്ന് തന്നെ എടുത്തു ചോദിക്കുക, അല്ലെങ്കിൽ എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം എന്ന് എടുത്തു ചോദിക്കും. ഇതെന്താണെന്ന് നോക്കാം. ചില അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ, സാധാരണ അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ എവിടെ നിന്നാണോ ഇപ്പോൾ പാരാ പൊസിഷനിൽ നിന്നാണ് ബെൻസീൻ്റെ പോകേണ്ട ആൾ പോയത്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് പോയതെങ്കിൽ അടുത്ത ആൾ വന്നിരിക്കുന്നത് പാരാ പൊസിഷനിൽ തന്നെ ആയിരിക്കും. പക്ഷെ ചിലയിടത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്പെൽ ചെയ്ത പോയ ഗ്രൂപ്പിൻ്റെ പൊസിഷനിലല്ലായിരിക്കും എൻ്ററിങ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതിന് ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, ബെൻസൈൻ ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ 1,2-ഡീഹൈഡ്രോ ബെൻസീൻ. ആ ബെൻസൈൻ്റെ ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് ട്രിപ്പിൾ ബോണ്ട്. ഒരിടത്ത് എന്ത് വരും, ട്രിപ്പിൾ ബോണ്ട് വരും. ഓക്കെ, ഇതാണ് ബെൻസൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ചിലയിടത്ത് നമുക്ക് സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നിടത്ത് എന്ത് സംഭവിക്കും, ബെൻസൈൻ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ റിയാക്ഷനുകളെയാണ് നമ്മൾ എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൾഡ് ബൈ ഇറ്റ്സ് നെയിം ഓൾസോ ബെൻസൈൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് റിയാക്ഷൻ. നമ്മൾ ക്ലോറോബെൻസീനെ സോഡമൈഡ് NaNH2 വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അനലീൻ കിട്ടുന്നു വിത്ത് ബൈ പ്രോഡക്റ്റ് NaCl. എങ്ങനെ ഇത് നടക്കുന്നു, എങ്ങനെ ഇവിടെ ബെൻസൈൻ ഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെക്കാനിസമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമ്മൾ റിയാക്ഷൻ പറയുമ്പോൾ എളുപ്പമാണ്. എന്താണ്, ക്ലോറോബെൻസീനും സോഡമൈഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അനലീൻ കിട്ടുന്നു. അതാണ് നമ്മുടെ റിയാക്ഷൻ. അവിടേക്ക് എങ്ങനെ എത്തുന്നു എന്ന് പറയുന്ന മെക്കാനിസമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലോറോബെൻസീൻ, ഓക്കെ, ഇതാണ് ക്ലോറോബെൻസീൻ. ഇവിടെ ഒരു ഹൈഡ്രജൻ ബെൻസീൻ ഉണ്ട്. ഓക്കെ, ആ ഹൈഡ്രജൻ തൻ്റെ ബോണ്ടുകൾ തൻ്റെ ഇലക്ട്രോൺസ് ബെൻസീനിന് കൊടുത്തിട്ട് ഇവിടെ പോകും, NH2 കൂടെ പോകും. സോ ദാറ്റ് വിൽ ബിക്കം NH3. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് ഡെഫിഷ്യൻ ആയിട്ട് ഇലക്ട്രോൺസ് മൈനസ് ചാർജ് വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനിയാണ് ക്ലോറൈഡ് ആയതുകൊണ്ട് എന്ത് നടക്കുന്നത്, എലിമിനേഷൻ നടക്കുന്നത്. സോ ഈ മൈനസ് ചാർജ് എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് പോകും. ഇവിടെ ക്ലോറിനാണ്, ക്ലോറിൻ. ഓക്കെ, ഈ എന്താണ് ഹിയർ, ഇവിടെ ക്ലോറിനാണ്, ക്ലോറിൻ. ഓക്കെ, അടുത്തയാണ് ക്ലോറൈഡ് ആയതുകൊണ്ട് എലിമിനേഷൻ നടക്കുന്നത്. ക്ലോറിൻ പോകണമല്ലോ, എന്നാലല്ലേ അടുത്ത ആൾക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ ക്ലോറിൻ പോകുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, ഇവിടെ ബെൻസൈൻ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന ട്രിപ്പിൾ ബോണ്ട് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, അവിടെ ബെൻസൈൻ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NH2- ബെൻസൈനിലേക്ക് ആഡ് ചെയ്യും. ബെൻസൈനാണ് നമ്മുടെ ഇനി റിയാക്റ്റൻറ്റ്. NH2- എന്ത് ചെയ്യുന്നു, ബെൻസൈനിലേക്ക് ആഡ് ചെയ്യുന്നു. സോ ഈ NH2- ഇവിടെ വരുമ്പോൾ പഴയ പോലെ ബോണ്ട് വീണ്ടും ഷിഫ്റ്റായി ഇവിടെ മൈനസ് ചാർജ് വരും, കാർബാനയോൺ ഫോം ചെയ്യും. ഓക്കെ, കാർബാനയോൺ ഫോം ചെയ്യും. അടുത്തത് പ്രോട്ടോണിൻ്റെ അബ്സ്ട്രാക്ഷൻ ആണ്. H+ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, H+ ഈ മൈനസ് ചാർജിൻ്റെ അടുത്തേക്ക് പോകുന്നു. സോ എന്ത് ചെയ്യുന്നു, അനിലീൻ നമുക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ,
അപ്പോൾ ഇവിടുത്തെ ഓവറോൾ റിയാക്ഷനാണ് ഈ പറയുന്നത്. എലിമിനേഷൻ നടക്കുന്നുണ്ട്. എലിമിനേഷൻ എന്തിൻ്റെയാണ് നടക്കുന്നത്? ക്ലോറിൻ്റെ എലിമിനേഷനാണ് നടക്കുന്നത്. അഡീഷൻ നടക്കുന്നുണ്ട്. NH2 മൈനസിൻ്റെ അഡീഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പിന് നമ്മൾ ഈ ഒരു റിയാക്ഷനെ നമ്മൾ പറയുന്നത് എലിമിനേഷൻ അഡീഷൻ റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ ഇവിടെ അവൾ വളരെ എളുപ്പത്തിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നു? H+ പോകുന്നു, തൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിട്ട് പോകുന്നു. സോ അവിടെ എന്ത് വരുന്നു? ഒരു പെയർ ഇലക്ട്രോണും മൈനസ് ചാർജും വരുന്നു. ഓക്കെ, NH3 ആയിട്ട് പോകുന്നു. ഓക്കെ, ആൻഡ് ദെൻ ക്ലോറിൻ പോകുന്നു. അപ്പോൾ ക്ലോറിൻ പോകുമ്പോൾ ഇവിടുത്തെ ബോണ്ട് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് ബെൻസൈൻ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ്. ബെൻസൈനുമായിട്ട് NH2 മൈനസ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? NH2 ഇവിടെ വന്ന് കയറുന്നു. ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് എ കാർബാനിയോൺ. ആ കാർബാനിയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി H+ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ H വന്ന് കയറും, സ്റ്റേബിളാവും, അനിലീൻ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ബെൻസൈൻ മെക്കാനിസം. എലിമിനേഷൻ ആൻഡ് അഡീഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം എന്ന് പറയുന്നു. എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ 14 എന്ത് ചെയ്യുന്നു? ലേബിൾ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഹയർ ലെവലിലേക്കുള്ളതാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് NH2 എന്ന് പറയുന്നത് ഇവിടെയും ആഡ് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് രണ്ട് പ്രോഡക്റ്റ്. സോറി, ഇവിടെ അല്ല. NH2 എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാർബാനയോൺസ് വരാം. ബെൻസൈൻ്റെ ഇവിടെ ഒരു കാർബാനയോൺ വരും, ഇവിടെ ഒരു കാർബാനയോൺ വരും. സോ അനിലീൻ ഉണ്ടാവുന്നത് ഇവിടെ ഒരു NH2 ആഡ് ചെയ്തിട്ടുണ്ടാവാം, ഇവിടെ ഒരു NH2 ആഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് രണ്ട് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ലേബലിംഗ് വഴി ലേബിൾ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാത്തോളൂ? മനസ്സിലാക്കാൻ പറ്റത്തോളൂ. സോ അതാണ് ബെൻസൈൻ മെക്കാനിസം. വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്, കൃത്യമായിട്ടത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.